Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് മാർച്ച് 20th സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GST ആ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞതാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, രണ്ട് സബ്ജക്റ്റിന്റെ മിക്സ് പേപ്പർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെയാണ് ചങ്ക് ഏരിയാസ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ 6th സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GST, അതുപോലെ തന്നെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ 2 സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഓഡിറ്റിംഗ് ആണെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഫസ്റ്റ് 3 മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങും നെക്സ്റ്റ് 2 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസും ആണ്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റർ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. സോ അതിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റിംഗ് ആണ്. ആദ്യം നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഓഡിറ്റിംഗ് എന്താണ്. 2 മാർക്സിന്റെ ചോദ്യത്തിൽ നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുള്ള ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ്. ദെൻ അതിന് ശേഷം നമുക്ക് എറേഴ്സിനെ പറ്റിയിട്ട് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു എറർ എന്താണെന്നുള്ളത് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുണ്ട്. ഇപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ്, എറർ ഓഫ് കമ്മീഷൻ എന്താണ്, എറർ ഓഫ് ഒമിഷൻ എന്താണ്, ഡ്യൂപ്ലിക്കേഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു എററിനെ പറ്റിയിട്ട് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്ന് പഠിക്കുക, പിന്നെ എറേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഈ പറഞ്ഞ പോലെ തന്നെ 2 മാർക്സ് ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. പ്രൊസീജിയർ ടു ബി ഫോളോ ടു ഡിറ്റക്ട്, അങ്ങനെ കാണാറുള്ളൊരു വല്ലാണ്ട് റിപ്പീറ്റ് ചോദ്യമല്ല. ദെൻ അതിന് ശേഷം അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് 5 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കുക. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് 2 മാർക്സിന്റെ ചോദ്യത്തിൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഓഡിറ്റിംഗ്, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എറേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് നിർബന്ധമായും പഠിക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എല്ലാം കൂടിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യത്തിൽ സെപ്പറേറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് 5 മാർക്സിന്റെ ചോദ്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നുള്ള ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ essay നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ലാസ്റ്റ് 3 വർഷം നോക്കുമ്പോൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു essay ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു essay ടോപ്പിക്കാണ് എൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. കമന്റ് റിപ്പീറ്റ് ആയിട്ട് ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ essayക്ക് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. ലാസ്റ്റ് 3 വർഷത്തെ നോക്കുന്ന സമയത്ത് ഒരൊറ്റ വർഷം essayക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. കമന്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ
ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് എൻ ഓഡിറ്റർ, അതൊരു എസ് എ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ എൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട് കമൻ എന്നുള്ളതും എസ് എ ടോപ്പിക്കാണ്. പിന്നെ വേണമെങ്കിൽ ഓഡിറ്റിങ്ങിന്റെ ബേസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെ ഒരു എസ് എക്ക് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെ എസ് എ ടോപ്പിക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പിന്നെ വന്നിട്ടുള്ള ഒരു എസ് എ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. കഴിഞ്ഞ വർഷത്തെ എക്സാമിന് എസ് എ വന്നിട്ടുണ്ടായിരുന്നു, അതായിരുന്നു എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. സാധാരണ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റിൽ ഏതെങ്കിലും ഒരു ചോദ്യം 2 മാർക്ക്, 1-2 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെയിലാണ് കണ്ടുവരാറ്. ബട്ട് അത് കഴിഞ്ഞ പ്രാവശ്യം എസ് എക്ക് ചോദിച്ചു. അപ്പോൾ എസ് സിക്കും ചോദിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ അല്ലേ, പലതരത്തിലുള്ള ഓഡിറ്റ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ എല്ലാ പ്രാവശ്യം 1-2 വരാറുണ്ട്. അത് മാത്രമല്ല 5 മാർക്സിൻ്റെ ഏതെങ്കിലും ഒരു ഓഡിറ്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്, വേരിയസ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് നോക്കിയേ ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കിനും വരാം. അത് മാത്രമല്ല അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 5 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഫീച്ചേഴ്സ് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഓഡിറ്റ് ഞാൻ പറഞ്ഞു, പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇതൊക്കെ 2 മാർക്സിന്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ എസ് സിക്ക് ചോദിക്കുകയാണെങ്കിൽ ഓരോന്നിനെ പറ്റിയുള്ള ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. ദെൻ 2 മാർക്സിൻ്റെ ആണെങ്കിൽ എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ 2 വരി 3 വരി മാത്രം മതി. ദെൻ 5 മാർക്കിൻ്റെ ആണെങ്കിൽ എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കൂടി നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ് ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഓഡിറ്റ്, ദെൻ കണ്ടിന്യൂസ് ഓഡിറ്റ് ഒക്കെ റിപ്പീറ്റ് ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം അതിൻ്റെ അഡ്വാൻറ്റേജസ്. കണ്ടിന്യൂസ് ഓഡിറ്റ്, ഇന്ററിം ഓഡിറ്റ് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കോസ്റ്റ് ഓഡിറ്റ് റിപ്പീറ്റ് ആണ്, മാനേജ്മെന്റ് ഓഡിറ്റ് റിപ്പീറ്റ് ആണ്, സോഷ്യൽ ഓഡിറ്റ്. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള കുറച്ച് ഓഡിറ്റിനെ പറ്റിയിട്ട് പറയാണ്, ഇന്റേണൽ എക്സ്റ്റേണൽ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഓഡിറ്റ്, കൊമേഴ്ഷ്യൽ ഓഡിറ്റ്, പിന്നെ ഇന്ററിം ഞാൻ പറഞ്ഞു, ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആനുവൽ ഓഡിറ്റ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത് എസ് സിക്ക് ചോദിക്കും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് സി ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത് 2 മാർക്സിൻ്റെ 2 ചോദ്യങ്ങൾ വരെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റിൽ ഏതെങ്കിലും ചോദിക്കാറുണ്ട്. മൂന്നാമത് 5 മാർക്കിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വരാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഓഡിറ്റിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. മാനേജ്മെൻറ്റ് ഓഡിറ്റൊക്കെ നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഓഡിറ്റ് ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. എഗെയിൻ ഇത് ഓഡിറ്റ് ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എക്ക് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് ടെക്നിക്സ് ഫോളോഡ് ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്, ഇതാണ് എസ് എക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഐ റിപ്പീറ്റ്, എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് ടെക്നിക്സ് ഫോളോഡ് ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്. ഇത് എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 2 മാർക്കിൻ്റെ നമുക്ക് ഓഡിറ്റ് ടെക്നിക്സ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ ചോദ്യം എസ് സിക്ക് ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ഓഡിറ്റ് ടെക്നിക് ഫോളോഡ് ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എസ് സിക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും പഠിച്ചു വെക്കുക കേട്ടോ ആ ഒരു ടോപ്പിക്. അപ്പോൾ ഓഡിറ്റ് ടെക്നിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ് എ കമ്പൽസറി ഒരെണ്ണം മിനിമം, ചിലപ്പോൾ 2 വരെ പ്രതീക്ഷിക്കാം. 2 മാർക്സിൻ്റെ ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് ടെക്നിക്ക്, അതുപോലെ തന്നെ ഓഡിറ്റിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, എറേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, പലതരത്തിലുള്ള ഓഡിറ്റിൽ ഏതെങ്കിലും 1-2, ഇതൊക്കെ 2 മാർക്കാണ്. 5 മാർക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫീച്ചേഴ്സ്, ഓഡിറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ എസ് സിയിൽ ഞാൻ പറഞ്ഞു ഓഡിറ്റർ ബ്ലഡ് ഹൗണ്ട്, ആ ഒരു ഇതിനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം, കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് ടെക്നിക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഇതൊക്കെ വരാറുള്ളതാണ് മാറി മാറി, ഇതിലൊന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു മൊഡ്യൂളാണ് ആദ്യത്തെ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് മൊഡ്യൂൾ. ഇനി മൊഡ്യൂൾ നമ്പർ 2, പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്.
ഇത് നമുക്ക് ഇനി വരും ഇതിൽ വീണ്ടും കാണാനുണ്ട്. എക്സാമിന് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ എന്താണ് ദി പ്രൊസീജിയർ ഓഫ് എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് എസ്സേ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദി ഓഡിറ്റ് പ്രൊസീജിയർ. ഇത് നെക്സ്റ്റ് വരുന്ന മൊഡ്യൂളിൽ വീണ്ടും ഇത് കാണാനുണ്ട്. അപ്പോൾ എസ്സേ ചോദ്യമാണ്. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഐ റിപ്പീറ്റ്, ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലെ 2 ഇയേഴ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഓഡിറ്റ് പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ നിർബന്ധമായും അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അതിൽ ആദ്യം തന്നെ റൂട്ടീൻ ചെക്കിംഗ് എന്താണെന്നുള്ളതുണ്ട്. റൂട്ടീൻ ചെക്കിംഗ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും കൂടിയും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന പോലെ 5 മാർക്സിനും പ്രതീക്ഷിക്കാം. അപ്പോൾ റൂട്ടീൻ ചെക്കിംഗ് എന്താണ് പഠിക്കണം. ടെസ്റ്റ് ചെക്കിംഗ് എന്താണ് അതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. റൂട്ടീൻ ചെക്കിങ്, ടെസ്റ്റ് ചെക്കിങ്, സർപ്രൈസ് ചെക്ക് അഗെയിൻ 2 മാർക്സ് ആണ്. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് ഇൻ ഡെപ്ത് 2 മാർക്സ് ചോദ്യം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓഡിറ്റ് ഇൻ ഡെപ്ത്. നെക്സ്റ്റ് വൗച്ചിങ് ആണ്. വൗച്ചിങ് എന്ന് പറയുമ്പോൾ വലിയൊരു ടോപ്പിക്കാണ്, വലിച്ചു വാരി പഠിക്കരുത്. വൗച്ചിങ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദിക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും നോക്കി വയ്ക്കണം. ദെൻ അതിന് ശേഷം നമുക്ക് എന്താണ് വൗച്ചിങ് ഓഫ് ഒരുപാട് കാര്യങ്ങൾ വൗച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുക. അത് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് സമയമുള്ള ആൾക്കാർ നോക്കുക. അതല്ലാത്തവർ ലാസ്റ്റ് മാത്രം അതിൻ്റെ എന്താണ് അത് വായിക്കാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതിലേതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്ക് ഉണ്ട്. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രാവശ്യം കണ്ടു എന്നുള്ളത് വൗച്ചിങ് ഓഫ് പെറ്റി ക്യാഷ് വൗച്ചിങ്ങിനെ പറ്റിയിട്ട് 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് ഓഫ് ക്രെഡിറ്റ് സൈഡ്, റിസീപ്റ്റ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കി കാണാം വൗച്ചിങ്ങിൻ്റെ. അതിലെ ഞാൻ പറഞ്ഞു ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊരു പ്രാവശ്യം കണ്ടു എന്നുള്ളത് പെറ്റി ക്യാഷിൻ്റെ വൗച്ചിങ്ങിനെ പറ്റിയിട്ടാണ്. അത് മാത്രമാവണമെന്നില്ല, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുടെ വൗച്ചിങ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഇതൊക്കെ നോക്കാതിരിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം അവിടെ വേണ്ടതായിട്ട് വരുമ്പോൾ വൗച്ചിങ് എന്താണെന്ന് പഠിക്കുക. അതിന് ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും നോക്കുക. പിന്നെ ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് വൗച്ചിങ് ഓഫ് പെറ്റി ക്യാഷ് ബുക്കാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് നോക്കി വയ്ക്കാം. അതല്ലാണ്ട് ഇത് മൊത്തം നോക്കാൻ നിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള നേരം പോവും. അത്രത്തോളം നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഇതിൽ നിങ്ങൾ ഇപ്പോൾ വൗച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വെരിഫിക്കേഷനെ പറ്റിയിട്ടാണ്. എന്താണ് വെരിഫിക്കേഷൻ നിർബന്ധമായും പഠിക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ വെരിഫിക്കേഷൻ ആൻഡ് വൗച്ചിങ് 5 മാർക്കിൻ്റെ വരാറുള്ള ഒരു ചോദ്യമാണ്. ഐ റിപ്പീറ്റ്, എന്താണ് വെരിഫിക്കേഷൻ നിർബന്ധമായും പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ 5 മാർക്സിൻ്റെ ചോദ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിലെ ക്ലാസിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കാണാം. പലപ്പോഴും സെക്കൻഡ് മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കി വലിച്ചു വാരി സമയം കളയരുത്. ഞാൻ ഈ പറയുന്ന ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. കണ്ടോ, ഇപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഞാനിത് ഈ വെരിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാടാണ്. ഈ വെരിഫിക്കേഷൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ വെരിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. വൗച്ചിങ്ങും വെരിഫിക്കേഷൻ നമ്മൾ ഡിഫറൻസ് നോക്കുക. എസ്സേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ വൗച്ചിങ് ഓഫ് പെറ്റി ക്യാഷ് ചോദിച്ച പോലെ തന്നെ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ചോദിക്കാം. ബട്ട് ഇത്ര വായിച്ചിട്ടാണ് ഇത്ര കിട്ടുള്ളൂ ഒരെണ്ണം. നമുക്ക് 2 എസ്സേ മതി 4 എണ്ണത്തിൽ. അത് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് എന്തായാലും ഒരെണ്ണം കിട്ടും. പിന്നെ ഒരെണ്ണം കൂടിയും മൊഡ്യൂൾ നമ്പർ 4 കോർപ്പറേറ്റ് ഗവർണൻസിൽ നിന്ന് ലഭിക്കും. അപ്പോൾ സ്മാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടികൾ എന്താണെന്ന് നോക്കുക. അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും പിന്നെ ഞാൻ ഡിഫറൻസ് ബിറ്റ്വീൻ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞത് നോക്കുക. അതിനുശേഷം എന്താണ് മെയിൻ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ഏരിയയിലോട്ട് പോവാം. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 2ൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വൗച്ചിങ്ങും വെരിഫിക്കേഷനും വലിയ ഏരിയയാണ്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് വൗച്ചിങ് ഓഫ് പെർട്ടിക്കുലർ സംഭവം, ഞാൻ പറഞ്ഞ പോലെ പെറ്റി ക്യാഷ്, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി വേണമെങ്കിൽ 5 മാർക്കിൻ്റെ ചോദിക്കാം. എസ്സേ ഇപ്പോൾ 2-3 വർഷമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, ചോദിക്കാം. ബട്ട് കുറേ നോക്കിയിട്ടാണ് അതിൽ നിന്ന് ഒരെണ്ണം കിട്ടുക.
അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. സെക്കൻഡ് മൊഡ്യൂളിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ വൗച്ചിങ് ആവട്ടെ വെരിഫിക്കേഷൻ ആവട്ടെ എന്താണെന്നും ദെൻ വൗച്ചിങ്ങും വെരിഫിക്കേഷൻ നമ്മൾ ഡിഫറൻസ് പഠിക്കുക. പിന്നെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഞാൻ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബാക്കി മൊത്തം സബ്ജക്റ്റ് പഠിച്ച് ടൈമിൻ്റെ ബേസിൽ മാത്രം ബാക്കിയുള്ള ഏരിയാസിലോട്ട് പോയാൽ മതി. വരില്ല എന്നല്ല, ബട്ട് കുറേ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണം കിട്ടുള്ളൂ. അങ്ങനൊരു പ്രശ്നം എഴുതുന്നുണ്ട് ഈ ചാപ്റ്ററിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റില്ലേ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തേർഡ് മൊഡ്യൂളിൽ വീണ്ടും കാണാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഇപ്പോൾ റൂട്ടീൻ ചെക്കിങ്, ടെസ്റ്റ് ചെക്കിങ്, അതൊക്കെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. അതാണ് മൊഡ്യൂൾ നമ്പർ 3 ഇന്റേണൽ കൺട്രോൾ. ഓക്കെ, 2 and 5 മാർക്സ് ചോദ്യങ്ങൾ കാണാറുള്ളതാണ്. അപ്പോൾ എന്താണ് ഇന്റേണൽ കൺട്രോൾ? നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും പഠിച്ചിരിക്കണം. പിന്നെ ഇന്റേണൽ ചെക്ക് 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യം, അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുക. ഇന്റേണൽ കൺട്രോളും ഇന്റേണൽ ചെക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ് നിർബന്ധമായും പഠിക്കണം. 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. ഇന്റേണൽ കൺട്രോൾ പഠിക്കുക, ഇന്റേണൽ ചെക്ക് പഠിക്കുക, ഇന്റേണൽ ഓഡിറ്റ് പഠിക്കുക. 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിൻ്റെയിലും അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലും പ്രതീക്ഷിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ആക്ച്വലി ഞാൻ മൊഡ്യൂൾ നമ്പർ 2ൻ്റെ ഹെഡിങ് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എസ്എ ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ പറയുന്ന റൂട്ടീൻ ചെക്കിങ്, ടെസ്റ്റ് ചെക്കിങ്, സർപ്രൈസ് ചെക്കിങ്, ഓഡിറ്റ് ഇൻ ഡെപ്ത്, അഡോപ്ഷൻ ഓഫ് ഡിസ്റ്റിങ്റ്റീവ് ടിക്ക് മാർക്സ്, ചെക്ക് മാർക്ക്, ഇങ്ങനെ 5 സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എസ്എക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് സെപ്പറേറ്റും പ്രതീക്ഷിക്കാം. റൂട്ടീൻ ചെക്കിങ് എന്താണെന്നോ ടെസ്റ്റ് ചെക്കിങ് എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എസ്എക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ, അതിൻ്റെ അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്സ് എക്സാമിന് 4 എസ്സേയിൽ ഒരെണ്ണം എപ്പോഴും ഇടാറുള്ളതാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ റൈറ്റ്സ് മാത്രം എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എടുത്ത് ചോദിക്കാം. അപ്പോൾ 4 എസ്സേയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന എസ്സേ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലഡ് ഹൗണ്ട്, അതൊരു എസ്സേ ടോപ്പിക്ക്. പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അത് ഒരെണ്ണം ചോദിക്കാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ് ചോദിക്കാം. അതൊക്കെയാണ് കൂടുതൽ കണ്ടുവന്നുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ ശരിക്കും പറഞ്ഞാൽ എസ്എക്കുള്ള സ്കോപ്പ് ഉള്ളത് പ്രൊസീജിയർ ഓഫ് എൻ ഓഡിറ്റ് ആണ്. അത് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ തന്നെ അതിൻ്റെ ടോപ്പിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ് എസ്എ, ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ എസ്എ, വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ എസ്എ സെക്കൻഡ് മൊഡ്യൂളിലുള്ളത് ആ വൗച്ചിങ് വെരിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി, കുറേ നോക്കാനുണ്ട്. അപ്പോൾ തേർഡ് മൊഡ്യൂളിലുള്ള പ്രൊസീജിയർ ഓഫ് എൻ ഓഡിറ്ററും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്ററും നോക്കുക. ഇതൊക്കെ എസ്എക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞാൽ നേരെ തേർഡ് മൊഡ്യൂളിലോട്ട് പോവുക. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ 4th നോക്കി, പിന്നെ 2nd നോക്കി, പിന്നെ ലാസ്റ്റ് 5th നോക്കിയാൽ മതി. ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം ആ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തേർഡ് പഠിക്കുകയായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ, എസ്പെഷ്യലി ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ കേട്ടോ. സോ ഓഡിറ്റിംഗ് കഴിഞ്ഞു. ഓഡിറ്റിങ്ങിൽ അപ്പോൾ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യിപ്പിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് നോക്കിയാൽ മതി. സോ മൂവിങ് ടു പാർട്ട് ബി, കോർപ്പറേറ്റ് ഗവേണൻസ്. 2 മൊഡ്യൂളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 4th ഉം 5th ഉം. അതിൽ 4th നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ വരിക. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഒരു എസ്എ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൽ നിന്ന് എന്തായാലും പ്രതീക്ഷിക്കാം. നിർബന്ധമായും കോർപ്പറേറ്റ് ഗവേണൻസിലത്തെ എന്താണ് എസ്എ ഈസി ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കണം. എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ
എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് 2 മാർക്കിനും വരും. കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻസ് 5 മാർക്കിനും വരാം. ദെൻ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എസ്സേക്കും ചോദിക്കും. അതുമാത്രമല്ല ഏതെങ്കിലും ഒരു തിയറി 5 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ വരാറുണ്ട്. ഇപ്പോൾ സ്റ്റുവേർഡ്ഷിപ്പ് തിയറി റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ഏജൻസി ഉണ്ട്, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഉണ്ട്. ബട്ട് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കുക. നെക്സ്റ്റ് എസ്സേക്ക് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് വന്നിട്ടുള്ളതാണ്. എസ്സേക്ക് ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായും പഠിക്കുക. പിന്നെ ബോർഡ് കമ്മിറ്റി ഉണ്ട്. പിന്നെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യം ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യം കോർപ്പറേറ്റ് ഗവർണൻസ് റേറ്റിംഗ് CGR എന്താണ്, നിർബന്ധമായും പഠിക്കുക. ഇതൊക്കെ 2 മാർക്സിൽ റിപ്പീറ്റ് ആണ് കേട്ടോ. ദെൻ 2 മാർക്സ് തന്നെ അഗെയിൻ ഗ്രീൻ ഗവർണൻസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായും പഠിക്കുക. അതൊക്കെ റിപ്പീറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് 5 മാർക്കിൽ വന്നിട്ടുള്ളതാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെന്റ് എന്ത്, ക്ലോസ് 49 ഓഫ് ലിസ്റ്റിംഗ് എഗ്രിമെന്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്താണ്, 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് 5 മാർക്കിൻ്റെയിലാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, 2 മാർക്കിലും വരാം. റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ മൊഡ്യൂൾ നമ്പർ 4 നിന്നാണ് നമ്മൾ എസ്സേ എല്ലാ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൻ്റെ റീസൺസ് 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് പിന്നെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പിന്നെ ഈ ഓഡിറ്റ് കമ്മിറ്റി ഞാൻ ഈ പറഞ്ഞത് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസ് ഞാൻ പറഞ്ഞു. പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇതിനായിട്ട് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്, മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഞാൻ പറഞ്ഞത് എസ്സേക്ക് വന്നിട്ടുള്ളതാണ്. ഈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്, തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം, മോഡൽസ് എസ്സേക്ക് പ്രതീക്ഷിക്കാം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, ഗ്രീൻ ഗവേണൻസ്, CGR ഇതൊക്കെ നോക്കണം കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5 മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ, ഇതാണ് ചാപ്റ്റർ. അപ്പോൾ ഇതും ഈ പറയുന്ന എസ്സേയിൽ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം ഈ പറയുന്നത് നമുക്ക് മോഡൽസ് മൊഡ്യൂൾ നമ്പർ 4 നിന്ന് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേ വന്നിട്ടുള്ളതാണ്. എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രോബ്ലംസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ എന്താണ് മേജർ ഫെയിലിയേഴ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മേജർ ഫെയിലിയേഴ്സിൽ നമുക്ക് പല ആൾക്കാരുടെയും ഫെയിലിയേഴ്സ് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരു ഫെയിലിയർ നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ഐ റിപ്പീറ്റ്, പല ഫെയിലിയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ. അതിലേതെങ്കിലും ഒരു ഫെയിലിയർ 5 മാർക്കിൻ്റെ, ഇപ്പോൾ അതിൽ ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ളത് കിങ് ഫിഷർ എയർലൈൻസിൻ്റെ ഫെയിലിയർ ഉണ്ട്, അത് 5 മാർക്കിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ശരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് മൊഡ്യൂൾ നമ്പർ 4 ആണ്. പിന്നെ മൊഡ്യൂൾ നമ്പർ 5 കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അതിൽ 5 മാർക്കിൻ്റെ കിങ് ഫിഷർ എയർലൈൻസിൻ്റെ ഫെയിലിയർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോമൺ ഗവേണൻസ് പ്രോബ്ലം നോട്ടീസ് ഇൻ വാരിയസ് കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ്, അത് എന്താണ് പിന്നെയും 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണത് മെയിൻ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇൻ ഇന്ത്യ, അതൊന്നും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല. പിന്നെ റെക്കമെൻഡേഷൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് ജെ ഇറാനി പല കമ്മിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇതിൽ കൂടുതൽ നമ്മളിതിൽ നിന്ന് കണ്ടുവന്നുള്ളത് ലാസ്റ്റ് മൊഡ്യൂളിൽ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഫെയിലിയേഴ്സും കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മേജർ പ്രോബ്ലംസും, ഇതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ കണ്ടുവന്നുള്ളത്. അതിൽ ഈ ഫെയിലിയേഴ്സ് എന്താണെന്നും ഏതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മെയിൻ ഫെയിലിയേഴ്സ് എന്നും
പിന്നെ ഏതെങ്കിലും ഒരു ഫെയിലിയർ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞു കിങ് ഫിഷറിൻ്റെ ഒരു പ്രാവശ്യം എയർലൈൻസിൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കമ്മിറ്റീസിൽ പല റിപ്പോർട്ടുകളുണ്ട്. അതിൽ കാഡ്ബറി റിപ്പോർട്ട്, ഒരുപാട് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ കാഡ്ബറി റിപ്പോർട്ട്, ജെ ഇറാനി റിപ്പോർട്ട്, അതിൽ ഉദ്യോഗ് കൊഡാക് കമ്മിറ്റി റിപ്പോർട്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അതിൽ ഈ നമ്മുടെ ആരുടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു സെക്കൻഡ് കേട്ടോ, ഇത് രണ്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാഡ്ബറി റിപ്പോർട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾ കാഡ്ബറി റിപ്പോർട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കൂടുതൽ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവർണൻസിൽ മൊഡ്യൂൾ നമ്പർ 4 കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മോഡൽസ്, തിയറീസ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ 2 മാർക്സിനിൽ ഞാൻ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, പിന്നെ ഓഡിറ്റ് കമ്മിറ്റി, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 മാർക്സിൻ്റെ ഗ്രീൻ ഗവേണൻസ്, അതൊക്കെ നോക്കി വയ്ക്കുക. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, ക്ലോസ് 49, അതൊക്കെ. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫെയിലിയേഴ്സാണ്. അതിൽ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഫെയിലിയേഴ്സ്, ദെൻ അതിൽ ഏതെങ്കിലും ഒരു ഫെയിലിയർ. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചത് കിങ് ഫിഷർ ചോദിച്ചിട്ടുണ്ട് എയർലൈൻസിൻ്റെ. പിന്നെ റിപ്പോർട്ടിൽ കാഡ്ബറി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ ദാറ്റ്സ് അബൌട്ട് മൊത്തം ടോപ്പിക് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 3 പോവാം, ഓഡിറ്റിങ്ങിൻ്റെ. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് എസ് കിട്ടി. നമുക്ക് മേജർ അല്ലെങ്കിൽ മെജോറിറ്റി ഒരു 70% അടുത്ത് മാർക്ക് എന്നുള്ള കാര്യങ്ങൾ അവിടെ ആയിക്കഴിഞ്ഞു. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ 60 to 70. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 4 പോവാം. ഓക്കെ, മൊഡ്യൂൾ നമ്പർ 4 പോവുക കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ. പിന്നെ മൊഡ്യൂൾ നമ്പർ 2, 5 അങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്, ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുക, 3rd പഠിക്കുക, പിന്നെ 4th പഠിക്കുക, ദെൻ 2nd, 5th. ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് വായിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളൊക്കെ ഒരുപാട് വായിക്കാനുണ്ട്. ഒരു അന്തം കുന്തലിയാണ്ട് വെറുതെ വായിച്ച് നേരം കളയരുത്. ഞാൻ പറഞ്ഞ ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.